ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ഇത് സത്യമാണ്. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചത്? നമ്മുടെ കഷ്ടതകളിൽ നിന്ന് വിടുവിക്കാനാണോ? ഈ ലോകത്തിലുള്ള കഷ്ടതകളിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് വിടുവിക്കാനാണോ? ദൈവവചനം അങ്ങനെ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. നിത്യ നരകത്തിൻ്റെ യാതനയിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത്. എന്നാൽ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടത ഉണ്ടെന്ന് കർത്താവ് സ്വയമേ ഇവിടെ പറയുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളിൽ ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ സീരീസിൽ ഈ സന്ദേശങ്ങൾ മൂലം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്ന് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഈ സന്ദേശത്തിൽ ഈ വിഷയത്തിനെ കുറിച്ച് ഒരു ആമുഖം നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഏത് വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഒന്ന് നോക്കാം. അപ്പോൾ ആരംഭത്തിൽ ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ കാര്യത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അറിയിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ കാര്യം മൂലം കർത്താവ് നമ്മോട് വ്യക്തമായി ഒരു കാര്യം നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അറിയിക്കുന്നത്, ഇപ്പോഴത്തെ ലോകത്തിൽ കർത്താവിൻ്റെ ജനങ്ങൾക്ക് നിശ്ചയമായും കഷ്ടതകൾ ഉണ്ടാകും. അവരുടെ ജീവിതത്തിൽ കഷ്ടത വരുവാൻ ഇടയാകുമെന്ന് കർത്താവ് വളരെ വ്യക്തമായി ഇവിടെ അറിയിക്കുകയാണ്. എങ്കിലും ഇന്ന് അനേകർ പ്രാസംഗികരും വിശ്വാസികളും ഇങ്ങനെ പറയാറുണ്ട്, വിശ്വസിക്കാറുണ്ട്, ഇങ്ങനെ പ്രാസംഗികർ പ്രസംഗിക്കാറുണ്ട്. കർത്താവ് ഈ ലോകത്തിലും തൻ്റെ ജനത്തിന് ഭൗതികമായും ശാരീരികമായും അവരെ അനുഗ്രഹിച്ച് സുഖകരമായ ഒരു ജീവിതത്തെ അവർക്ക് നൽകുമെന്ന് പറയാറുണ്ട്, അവകാശപ്പെടാറുണ്ട്. എന്നാൽ നമ്മൾ ദൈവവചനത്തെ വായിക്കുമ്പോൾ, ദൈവവചനത്തെ പഠിക്കുമ്പോൾ, ദൈവവചനത്തിൽ ഒരിടത്തും അങ്ങനത്തെ ഒരു വാഗ്ദാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. അതിന് വിപരീതമായി ഇവിടെ കർത്താവ് സ്വയമേ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്നാൽ അതിന് വിപരീതമായി അവകാശപ്പെടുന്നവർ, ഈ ലോകത്തിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും, സുഖകരമായ ഒരു ജീവിതത്തെ നൽകുമെന്ന് അവകാശപ്പെടുന്നവർ, അവർ ഇങ്ങനെ പറയാറുണ്ട്, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് നമ്മൾ ഈ ലോകത്തിൽ കഷ്ടം അനുഭവിക്കാതെ സുഖകരമായി ജീവിക്കുവാനാണ്, നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതെന്ന് അവർ പറയുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ഇത് സത്യമാണ്. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചത്? നമ്മുടെ കഷ്ടതകളിൽ നിന്ന് വിടുവിക്കാനാണോ? ഈ ലോകത്തിലുള്ള കഷ്ടതകളിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് വിടുവിക്കാനാണോ? ദൈവവചനം അങ്ങനെ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. ദൈവവചനം നമ്മെ അറിയിക്കുന്നത്, ക്രിസ്തു നമ്മെ നിത്യനരകത്തിൻ്റെ കഷ്ടതകളിൽ നിന്ന്, നിത്യനരകത്തിൻ്റെ യാതനയിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത്. എന്നാൽ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടത ഉണ്ടെന്ന് കർത്താവ് സ്വയമേ ഇവിടെ പറയുകയാണ്.
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സ്വയമേ പറയുകയാണ്. എന്നിട്ടും ഇന്ന് അനേകർ ക്രിസ്തുവിൻ്റെ പേർ ചൊല്ലുന്നവർ, ക്രിസ്തുവിൻ്റെ പേരിനാൽ വിളിക്കപ്പെടുന്നവർ ഇങ്ങനെ അവകാശപ്പെടുകയാണ്, കർത്താവ് ഈ ലോകത്തിലും നമ്മെ നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച് സുഖകരമായ ഒരു ജീവിതത്തെ നൽകുമെന്ന്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. ദൈവവചനം അതിനെ ഉറപ്പിക്കുകയാണ്. അതാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിന് വിപരീതമായി അവകാശപ്പെടുന്ന പ്രാസംഗികരും വിശ്വാസികളും അവകാശപ്പെടുന്ന വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അവർ ഏതൊക്കെ വിഷയങ്ങളാണ് അവർ അവകാശപ്പെടുന്നത്? ആ വിഷയങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അവയെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അവയെ നമ്മൾ ശോധന ചെയ്യാം. അതല്ലാതെ അങ്ങനത്തെയുള്ള പ്രിയപ്പെട്ടവർ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്യഭാഗങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ആ വാക്യഭാഗങ്ങളുടെ ശരിയായ അർത്ഥം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതല്ലാതെ ദൈവവചനം പുതിയ നിയമത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതുമാത്രമല്ലാതെ ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതല്ലാതെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ ഏതൊക്കെ തരത്തിലാണെന്ന്, ഏതൊക്കെ വിധത്തിലാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആ കഷ്ടതകളെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം എന്തുകൊണ്ടാണ് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഈ കഷ്ടതകളെ അനുവദിക്കുന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതുമാത്രമല്ലാതെ നമ്മൾ കഷ്ടതകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എത്തരത്തിലുള്ളതായിരിക്കണമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ആ കഷ്ടതകളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ മനോഭാവം എങ്ങനത്തേതായിരിക്കണമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതോടുകൂടെ പുതിയ നിയമത്തിൻ്റെ ചില ഉപദേശങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് നാൾതോറും നമ്മുടെ ക്രൂശിനെ ചുമന്നുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം, പിൻപറ്റണം എന്ന ഉപദേശം, കർത്താവിന് വേണ്ടി സകലവും ത്യജിക്കണം, കർത്താവിനെ പിൻപറ്റുമ്പോൾ നമ്മൾ ഇടുക്കമുള്ള മാർഗത്തിൽ സഞ്ചരിക്കേണ്ടതാകുന്നു എന്ന ഈ ഉപദേശങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ സന്ദേശങ്ങൾ മൂലം നിങ്ങളിലേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലവിധമായ കഷ്ടതകൾ അനുഭവിക്കുന്നു എന്ന് ഇരിക്കാം. കർത്താവ് ഈ സന്ദേശങ്ങൾ മൂലം, കർത്താവിൻ്റെ വചനം മൂലം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. അതുമാത്രമല്ലാതെ ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ, വിശ്വസിക്കുന്നവരാണെങ്കിൽ, കർത്താവ് ഞങ്ങളെ ഈ ലോകത്തിലും സുഖകരമായ ഒരു ജീവിതത്തെ നൽകി അനുഗ്രഹിക്കുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വചനം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അറിയുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവ് നിങ്ങളിൽ ഏവരെയും സഹായിക്കുമാറാകട്ടെ, പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ഒരിക്കൽ കൂടി കാണും വരെ കർത്താവ് നിങ്ങളിൽ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.